നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിശോധിക്കാൻ ഹൈക്കോടതി വിശാല ബെഞ്ച് രൂപവൽക്കരിക്കും. വനിതാ ജഡ്ജി ഉൾപ്പെട്ട 5 അംഗ വിശാല ബെഞ്ചിന് രൂപം നൽകാം എന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ചോദ്യം ചെയ്ത് നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഫ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം അറിയിച്ചത്. ബെഞ്ചിൽ ഏതൊക്കെ ജഡ്ജിമാരുണ്ടാകുമെന്ന കാര്യം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 10 പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. അന്ന് റിപ്പോർട്ട് വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്കായിരിക്കും വരിക. ഓഗസ്റ്റ് 22 റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. സെപ്റ്റംബർ 9 മുമ്പ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറും എന്ന് തന്നെയാണ് വിവരം. മുദ്രവെച്ച കവറിൽ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഫും ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ചാണ് നിർദ്ദേശിച്ചത്. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി പായ്ച്ചിറ നവാസ് നൽകിയ പൊതു താൽപര്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു പൂർണ്ണരൂപം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. അതേസമയം ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാൻ നടൻ പ്രേംകുമാർ അധികാരമേറ്റു. നേരത്തെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്നു പ്രേംകുമാർ. ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് അന്വേഷണം നേരിടുന്ന രഞ്ജിത്ത് രാജിവെച്ച സാഹചര്യത്തിലാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായ പ്രേംകുമാറിന് അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകിയത്. വ്യക്തിപരമായി സന്തോഷമില്ലെന്നും രഞ്ജിത്ത് പ്രിയപ്പെട്ട സുഹൃത്താണ്. അക്കാദമിയുടെ ജനാധിപത്യ സ്വഭാവം കാക്കും. മലയാള സിനിമയിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ പരിശീലന പദ്ധതിയുടെ 2ാം ഘട്ടം ഉടൻ ആരംഭിക്കും. അതുകൂടാതെ സ്ത്രീ സൗഹൃദ തൊഴിലിടമായി സിനിമാ മേഖലയെ മാറ്റുമെന്നും പ്രേംകുമാർ പറഞ്ഞു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.